പൊതുമേഖലാ സ്ഥാപനമായ കോഴിക്കോട് ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിയതിനെതിരെ തൊഴിലാളികളുടെ പ്രതിഷേധം തുടരുന്നു. സ്വകാര്യ കമ്പനി ഉടമകളെ പ്രതിഷേധക്കാർ തടയും. പോലീസ് സമരക്കാരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നു. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും. ലിഡിയ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്താണ് പ്രതിഷേധക്കാരുടെ ആവശ്യം? പോലീസിന്റെ ഒരു സ്റ്റാൻഡ് എന്താണ്? ലിഡിയ, കേൾക്കാമെങ്കിൽ തുടരാം. ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സിൽ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നു. സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതിനെതിരെയാണ് തൊഴിലാളികൾ അവിടെ പ്രതിഷേധം നടത്തുന്നത്. ലിഡിയ ജേക്കബ്, ലിഡിയ, തുടരാം. എങ്ങനെ പുരോഗമിക്കുന്നു പ്രതിഷേധം? സമരക്കാർ കമ്പനി ഉടമകളെ അകത്തേക്ക് കടത്തിവിടില്ലെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഗേറ്റിന് പുറത്ത് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സമരക്കാർ ഉറച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ കമ്പനി ഉടമകൾ ഇന്ന് അകത്തേക്ക് പ്രവേശിച്ച് സ്വത്തുക്കളുടെ ഒരു വിവര കണക്കുകൾ എടുക്കും എന്ന നിലപാടിൽ തന്നെ കമ്പനി ഉടമകളും നിലവിൽ ഗേറ്റിന് പുറത്ത് സമരക്കാരുടെ നേർക്ക് നിൽക്കുന്നുണ്ട്. ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു സമരക്കാരെ കമ്പനി ഉടമകളെ പോലീസ് സംരക്ഷണയിൽ അകത്തേക്ക് പ്രവേശിപ്പിക്കണം എന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് സംരക്ഷണയിൽ കമ്പനി ഉടമകൾ സ്റ്റീൽ കോംപ്ലക്സിലേക്ക് വന്നത്. നിലവിൽ കമ്പനി ഉടമകൾ അകത്ത് കയറാനാകാതെ നിൽക്കുകയാണ്, പുറത്തു നിൽക്കുകയാണ്. സമരക്കാർ ഒരു കാരണവശാലും കമ്പനി ഉടമകളെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന നിലപാടിൽ പുറത്ത് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ്. കുറച്ചു മുൻപ് നേരിയ രീതിയിലുള്ള സംഘർഷവും മുണ്ടും തള്ളും ഒക്കെ ഉണ്ടായിരുന്നു. പോലീസ് സമരക്കാരെ ബലം പ്രയോഗിച്ച് നീക്കി കമ്പനി ഉടമകളെ അകത്തേക്ക് കടത്താനുള്ള ശ്രമം നടത്തിയപ്പോൾ പ്രതിഷേധക്കാർ വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയും തുടർന്ന് നേരിയ രീതിയിലുള്ള ഉണ്ടും തള്ളും സംഘർഷവും ഉണ്ടാവുകയും ചെയ്തു. നിലവിൽ പോലീസ് സമരക്കാരുമായി സംസാരിക്കുകയാണ്. കമ്പനി ഉടമകളും സമരക്കാരുമായി സംസാരിക്കുന്നുണ്ട്. അവർ തമ്മിൽ സമവായം ഉണ്ടാവുകയാണെങ്കിൽ അകത്തേക്ക് പ്രവേശിപ്പിക്കും എന്ന നിലപാടിലാണ് സമരക്കാർ. എന്നാൽ നിലവിൽ സ്ഥിതി സമരക്കാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി.